അസ്സലാമലൈക്കും. Zahrabanu കുക്കിംഗ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മാംഗോ പിക്കിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പിക്കിളാണ് മാംഗോ പിക്കിൾ. അതുപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും അതുപോലെ നമുക്ക് എപ്പോഴും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മാങ്ങ അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ മാംഗോ പിക്കിളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കേടുവരില്ല. ഇത് കുറേ കാലം നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് 6 മാംഗോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ മാംഗോ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാങ്ങയൊക്കെ നല്ല തുടച്ചിരിക്കണം. നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല പോലെ തുടച്ചിരിക്കണം. ഇതുപോലെ ഉപ്പ് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ വെക്കണം. അപ്പോൾ ഇതില് വെള്ളമൊക്കെ ഏകദേശം വാർന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് അച്ചാർ പൊടി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈസ്റ്റേൺ അച്ചാർ പൊടിയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, കടുകും ഉലുവയും, വറ്റൽമുളക് ഒരു 6 എണ്ണം എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു പാന് വെക്കുക. ഇതിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുക. ഇത് ചതച്ചിടുക തന്നെ വേണം. ഇതൊരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ ഈ അച്ചാറൊക്കെ കേട് വരാതിരിക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ചിടുക. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിൽ നല്ല പോലെ ഒന്ന് വേവിക്കുക. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വേവിച്ചെടുക്കണം. ഇവിടെ നമുക്ക് ഒരു കപ്പ് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതിനുശേഷം വറ്റൽമുളക്, ഇത് ഫ്ലേക്സ് ആക്കിയിട്ടാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. ഫ്ലേക്സ് ആക്കിയിട്ട് ഇതുപോലെ ഇട്ടതിന് ശേഷം ഇതും ഇഞ്ചി വെളുത്തുള്ളിയും പോലെ ഒന്നുകൂടി വറുത്തെടുക്കാം. അതിനുശേഷം ഉലുവയും കടുകുമാണ്. ഇതും ഞാൻ വറുത്തതിന് ശേഷമാണ് പൊടിച്ചത്. ഇവിടെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 6 ടീസ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അച്ചാർ പൊടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ ആണ്. ഇത് ഞാൻ വറുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അച്ചാർ പൊടി ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ചിടണം. എന്നതിന് ശേഷം നല്ല ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വീണ്ടും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാങ്ങയിൽ നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പാകം നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള 1 മണിക്കൂർ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ ഏകദേശം നല്ല മൂപ്പായിട്ടുണ്ട്, പഴുത്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ കളർ കുറച്ച് യെല്ലോയിഷ് ആണെങ്കിൽ പക്ഷെ അത് പഴുപ്പൊന്നും ആയിട്ടില്ല. ഇനി അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. മസാലക്കൂട്ടും മാംഗോയും നല്ല പോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലെല്ലാം വേവിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും അതുപോലെ തന്നെ കടുകും ഉലുവയെല്ലാം ഞാൻ ഇവിടെ ഒന്ന് വറുത്തിട്ടും വേവിച്ചിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കണം.
ഫ്ലെയിം കൂട്ടിയിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. വെന്തുടയരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. ഉണ്ടോ നല്ലപോലെ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിന് പാകമായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായം പൊടിച്ചതാണ്, ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇവിടെ ഞാൻ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ നാരങ്ങ അച്ചാറിലൊക്കെ 1 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനുശേഷം നമുക്കിത് ഒരു ചൂടാറുന്ന വരെ ഈ പാനിൽ തന്നെ വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഭരണിയിലോ അല്ലെങ്കിൽ ടിന്നിലോ ഒക്കെ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത് ഒരുപാട് മാസങ്ങളോളം കേടുവരാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.